Assalamualaikum. Welcome back to my channel. നമ്മുടെ മലയാളികളുടെ ഇഷ്ട വിഭവമായ ബീഫ് വെച്ച് നമുക്ക് അടിപൊളിയായ ഒരു ബീഫ് ചില്ലി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യമായി ഇതിനു വേണ്ടത് ബീഫാണ്. ബോൺലെസ് ബീഫാണ് ഞാൻ എടുത്തത്. 250 gram ആണ് ഞാൻ എടുത്തത്. അത് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. നീളത്തിൽ കട്ട് ചെയ്ത് നന്നായി വാഷ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കത് ഒരു കുക്കറിലേക്ക് ഇടാം. ബീഫ് ആയതുകൊണ്ട് തന്നെ കുക്കറിലിട്ട് വേവിക്കണം. അതിലേക്ക് 1 tablespoon സോയ സോസ്, 1 tablespoon ചില്ലി സോസ്, ആവശ്യത്തിന് സോൾട്ട് ഇതിലിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം 1/2 ഗ്ലാസ് വെള്ളം അതുകൂടി ഒഴിച്ചതിന് ശേഷം കുക്കറിൽ നമുക്കിത് വേവിക്കാൻ വെക്കാം. ബീഫ് വെന്തതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മസാല തയ്യാറാക്കണം. ബൗൾ എടുത്ത് അതിലേക്ക് 1 tablespoon മുളക് പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇതിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 tablespoon കോൺഫ്ലവറും കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഈ ബീഫ് ചില്ലി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനു വേണ്ടി ഒരു ഗ്രേവി തയ്യാറാക്കണം. ഒരു ഓണിയൻ ക്യൂബായി കട്ട് ചെയ്തത്, ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി, പിന്നെ ജിഞ്ചർ ഗാർലിക്, ഒരു ചില്ലി സ്ലൈസ് ചെയ്തതും. ഓയിൽ ചൂടായ ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുക്കാം. ചില്ലിയും ഇട്ടതിന് ശേഷം ക്യൂബായി കട്ട് ചെയ്ത് വെച്ച ഒണിയനും കൂടി ഇട്ട് ജസ്റ്റ് വഴന്നാൽ മതി. അതിന്റെ റോ ടേസ്റ്റ് ഒന്ന് മാറിയാൽ മതി. അതിലേക്ക് 1 tablespoon ഷുഗർ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായി നമുക്ക് ക്യാപ്സിക്കം സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു tablespoon ടൊമാറ്റോ കച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒരു കളറിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ഡ്രോപ്പ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച ആ ഗ്രേവി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയ ബീഫ് കൂടി ഇട്ട് കൊടുക്കാം. ബീഫ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ചില്ലി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്നത്, വളരെ ടേസ്റ്റ് ആണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അതുകൂടി നിങ്ങൾ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതാണ്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.